ഇറാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം അതിശക്തമായി തുടരുന്നു. 2 മാസത്തെ വെടിനിർത്തൽ ധാരണ തിങ്കളാഴ്ച അവസാനിച്ച സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ ഈ വിശദീകരണം. ഹോർമുസ് പൂർണ്ണമായും തുറന്ന് ഗതാഗതം സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. ഇറാൻ വിന്യസിച്ച മൈനുകളെല്ലാം ഹോർമുസിൽ നിന്ന് മാറ്റിയതായും US പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേർന്നു. ഐസൻ, ഇറാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്നാണല്ലോ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാകുന്നത്. യുദ്ധം ഉടനെ അവസാനിക്കും എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹോർമുസ് പൂർണ്ണമായും തുറന്ന് ഗതാഗതം സാധാരണ നിലയിൽ നടക്കുന്നുവെന്നും ട്രംപ് അവകാശപ്പെടുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ട്രംപിൻ്റെ ഈ അവകാശവാദങ്ങളും അതുപോലെ തന്നെ ഹോർമൂസ് തുറന്നു എന്ന അറിയിപ്പും അതുപോലെ തന്നെ ഹോർമൂസ് തങ്ങളുടെ ടെറിട്ടറിയായി ആകാനിരിക്കുന്നു എന്നൊരു നിലപാടൊക്കെ വിശദീകരിക്കുന്ന ഒരു മാപ്പൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. ഗൗരവമേറിയ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു തരത്തിലുള്ള ചർച്ചകളും ഇറാനുമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഇറാനുമായി ചർച്ചകൾ തുടരുന്നു എന്ന് പല കോണുകളിൽ നിന്നും വിവരങ്ങൾ വരുമ്പോഴും ഒരു സമാധാന ധാരണയുടെ ഭാഗമായി അല്ലെങ്കിൽ വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു. അത്തരത്തിൽ ഒരു ചർച്ചകളും നടക്കുന്നില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നു. അത് പറയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ 60 ദിവസം നീണ്ടുനിന്ന വെടിനിർത്തൽ തിങ്കളാഴ്ച അവസാനിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നതാണ് വിഷയത്തെ ഏറെ ഗൗരവമർഹിക്കുന്നതായി മാറ്റുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ, അതായത് സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ഒരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതേസമയം അദ്ദേഹം പറയുന്നത് ഹോർമൂസ് പൂർണ്ണമായും തുറന്ന് ഗതാഗതം സുഗമമായ ഏതുവഴി നടക്കുന്നുണ്ട്. മാത്രമല്ല ഹോർമൂസിൽ ഇറാൻ നിക്ഷേപിച്ച മൈനുകൾ, അത് കടലിനടിയിലും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതുമായ മൈനുകളെല്ലാം തന്നെ മാറ്റുകയും ചെയ്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നും അറിയിക്കുമ്പോൾ ഹോർമൂസിലൂടെ കൂടുതൽ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നൊരു സാഹചര്യം കൂടി അദ്ദേഹം ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ തുടരുന്നതല്ല, സമാധാന ധാരണ അവസാനിച്ച ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു നിലപാട് അദ്ദേഹം തുടരെ പറയുകയും ചെയ്യുന്നതും അതുപോലെ തന്നെ ഇറാനിലെ ഈ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ ഭാഗമാകുമെന്ന് പറയുന്നതും ഇറാനെ പൂർണ്ണമായും ഉടൻ തന്നെ തോൽപ്പിക്കും അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുമെന്ന് പറയുന്നതുമുള്ള വിവിധങ്ങളായ നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതിന് അന്തിമമായി വന്നിരിക്കുന്ന ഈ നിലപാട് ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ സമാധാന ധാരണ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ചർച്ചകളും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആക്രമണത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. അതെ, വ്യക്തമാണ്. 2 മാസത്തെ വെടിനിർത്തൽ ധാരണ അവസാനിച്ചതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഇക്കാര്യം പറയുന്നത്. ഇറാനുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുഗമമാണ് എന്നുള്ള കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് വീണ്ടും ഇറാനെതിരായ യുദ്ധം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.